ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് കെ വിജേഷ്, അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് സഖാവ് പി രാജേഷ്, മറ്റു വേദിയിലിരിക്കുന്ന സഖാവ് ടി ഐ മസൂദരൻ, പി സന്തോഷ്, സരിൻ ശശി, പി നാരായണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കൾ, സഖാവ് ധനരാജന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഒരു പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ധീരനായ സഖാവ് ധനരാജിനെ RSSന്റെ നരാധമ സംഘം ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും മുന്നിലിട്ട് വെട്ടി കൊലപ്പെടുത്തി കളഞ്ഞു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൂർ ജില്ലയുടെ വടക്കൻ മേഖലകളിൽ RSS അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചില പോക്കറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകൾ ആരംഭിച്ചത്. RSS എല്ലാ ഘട്ടത്തിലും പ്രവർത്തിക്കുന്ന സാധാരണ രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല. നേരത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലി വിവിധ പോക്കറ്റുകൾ ഉണ്ടാക്കി പ്രദേശങ്ങളെ കീഴടക്കി, പ്രദേശങ്ങളെ പിടിച്ചെടുത്ത് അത് തങ്ങളുടെ അധീനതയിലാക്കി വാൾബലം കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് RSSനുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള പയ്യന്നൂരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയുടെ ഉശിരനായ ഒരു പോരാളിയെ കൊലപ്പെടുത്തിക്കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്ന ലക്ഷ്യത്തോടു കൂടി RSS ഇടപെട്ടത്. സഖാവ് ധനരാജ് ഒരു മനുഷ്യന് നൽകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്ന ജീവത്യാഗമാണ്. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ഉജ്ജ്വലനായ വിപ്ലവകാരിയാണ് സഖാവ് ധനരാജ്. ധനരാജിന്റെ കൊലപാതകത്തിലൂടെ പാർട്ടിയെ തകർക്കാമെന്നാണ് സംഘപരിവാർ ശക്തികൾ ലക്ഷ്യം വെച്ചത്. എന്നാൽ ഈ പയ്യന്നൂരിന്റെ മണ്ണ് RSS ക്രിമിനലുകളുടെ മുമ്പിൽ, അവരുടെ വാൾത്തലക്ക് മുന്നിൽ ഈ നാടിന്റെ ആൾബലം കീഴടങ്ങില്ല എന്നുള്ള അത്യുജ്വലമായ പ്രഖ്യാപനമായിരുന്നു പിന്നീട് നടന്ന ചെറുത്തുനിൽപ്പിലൂടെ ഈ പയ്യന്നൂർ കാണിച്ചു കൊടുത്തത്. ആ ഓർമ്മകൾക്ക് ഇപ്പോഴും 10 വർഷം പൂർത്തിയാവുകയാണ്. ഇപ്പൊ ഇവിടെ സഖാവ് പി രാജേഷ് പറഞ്ഞ് അവസാനിപ്പിച്ചതിലേക്ക് ഞാൻ കടക്കാം. ഇന്ന് ഇവിടെയുള്ള സ്ഥലം MLAയുടെ ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. ആ ഓഫീസ് ഉദ്ഘാടനത്തിന് വിളിച്ച ഒരാള് RSSന്റെ BJPയുടെ നേതാവാണ്. BJP നേതാവിനെയും കൂട്ടിപ്പോയിട്ടാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. സഖാവ് VMS എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട്, മലയാള മനോരമ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന സമയത്ത് എനക്കെന്തോ വിശക് പറ്റിയെന്ന് മനസ്സിലായിക്കൊള്ളണം. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല മഹാവിപ്ലവകാരി അവതരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം പറയുന്നു, കേരളത്തിൽ ആകെ ഒറ്റ വിപ്ലവകാരി, 1, 2, 3 വിപ്ലവകാരികളെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഉത്തമ കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പയ്യന്നൂരിൽ ഇതാ ഒരാൾ അവതരിച്ചിരിക്കുന്നു. പറയുന്നാരാ? നാഴികക്ക് 40 വട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെതിരായിട്ട് തെറി മാത്രം പറയുന്നതിന് വേണ്ടി ചാനൽ മുറി തുറന്നു വെച്ചിരിക്കുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനൽ മുതലാളിമാർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മുതലാളിയുടെ സ്വന്തം ചാനൽ എന്താ പറയുന്നത്? കേരളത്തിൽ ആകെ ഒറ്റ വിപ്ലവകാരിയുള്ളൂ, അത് സാക്ഷാൽ B കുഞ്ഞികൃഷ്ണനാണ്. മാതൃകാ വിപ്ലവകാരിയാണ്.
ധനരാജിന്റെ രക്തസാക്ഷി ദിനത്തില് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, ധനരാജിനെ കൊലപ്പെടുത്തി RSSന്റെ കൂടി വോട്ട് വാങ്ങിയിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ ഈ മണ്ഡലത്തില് ജയിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ആ ജയിച്ചതിന്റെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് BJP-കാരുടെ കൂട്ടിയിട്ട് ഇന്ന് ആഫീസ് ഉദ്ഘാടനം ചെയ്തത്. എന്നിട്ട് നമുക്ക് നാഴികക്ക് 40 വട്ടം ഉപദേശം തന്നുകൊണ്ടിരിക്കുക, നമ്മുടെ പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശം. ഒരു കാര്യം ഉറപ്പിച്ചു പറയുക, കുറച്ചു കാലം നിങ്ങൾക്ക് ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന നിഷ്കളങ്കരായ ചില മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞേക്കാം. അതിന് നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടാവാം. പെയ്ഡ് സോഷ്യൽ മീഡിയ സംഘം കുത്തിയിരുന്ന് വ്യാജ പ്രൊഫൈലുകളിലൂടെ കമന്റ് ചെയ്യുമ്പോ, കമ്മ്യൂണിസ്റ്റുകാരെന്ന വ്യാജേന കമന്റ് ചെയ്യുമ്പോ അത് കണ്ടിട്ട് എന്നാ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമന്റ് ചെയ്യുകയാണല്ലോ, എന്നാ പിന്നെ അതിന്റെ കൂടെ ഞാനും ചേർന്നേക്കാമെന്ന് ധരിച്ച് ചില നിഷ്കളങ്കർ അതിന്റെ കൂടെ ചേർന്നിട്ടുണ്ടാവാം. പക്ഷേ കുറച്ചു കാലം നിങ്ങൾക്ക് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞേക്കാം. എല്ലാ കാലത്തും ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വരും നാളുകള് ഈ പയ്യന്നൂരിന്റെ മണ്ണ് ബോധ്യപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാർട്ടിക്കെതിരായി നിങ്ങൾ നടത്തിയുള്ള വെല്ലുവിളി, നിങ്ങൾ ഉയർത്തിയ വെല്ലുവിളി, ഞങ്ങള് ഒരല്പം പിറകോട്ട് പോയിട്ടുണ്ട്, 2 അടി ഞങ്ങൾ പിന്നോട്ടേക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 2 അടി പാർട്ടി പിന്നോട്ടേക്ക് വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല. ഞങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യം ആത്മാർത്ഥതയോടെ തിരുത്തി ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് കരുത്തോടുകൂടി ഈ പാരമ്പര്യമുള്ള വിപ്ലവകാരികളുടെ മണ്ണായ ഈ പയ്യന്നൂരിലെ മണ്ണില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ധനരാജിനെ കൊലപ്പെടുത്തിയ RSS ആണ്. ആ RSS നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഒടുവിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ സഖാവ് എം പി രാജേഷോട് പറഞ്ഞില്ലേ, 10,000 വോട്ട് കണ്ണൂർ ജില്ലയിൽ ഇവിടെ ധനരാജിനെ കൊലപ്പെടുത്തിയ RSS കുഞ്ഞികൃഷ്ണന് കൊടുത്തു. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല കേട്ട, പേരാവൂർ മണ്ഡലം RSSും BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തെന്താ? ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി എവിടെയൊക്കെയാണോ സഹായിക്കേണ്ടത്, സഹായിക്കേണ്ട സ്ഥലത്തിൽ സഹായിച്ചു. പേരാവൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എനിക്കറിയാം, സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരോടും പറഞ്ഞു, ഇത്തവണ എന്തായാലും ജയിക്കാൻ കഴിയില്ല, ചൈന ടീച്ചർ തോൽപ്പിക്കാൻ കഴിയും തോന്നുന്നില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന സമയത്താണ് BJP അവരുടെ 8,000-ലധികം വോട്ട് പേരാവൂർ മണ്ഡലത്തിൽ മറച്ചു കൊടുത്തു. 8,000-ലേറെ വോട്ട്. കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലത്തിൽ വോട്ട് മറച്ചു കൊടുത്തു. ആ 2 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പയ്യന്നൂർ മണ്ഡലമാണ്, 2ാമത്തെ മണ്ഡലം പേരാവൂർ മണ്ഡലമാണ്. ഞാനിത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ചിലർ പറഞ്ഞു, പയ്യന്നൂർ മണ്ഡലത്തിൽ BJP മാത്രം മറിച്ചാല് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? കഴിയില്ല. ഞങ്ങളെ ചില ആളുകൾ ഒരുപക്ഷെ ഞങ്ങൾ ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കൃത്യമായി സമയബന്ധിതമായിട്ടോ മറ്റോ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിലുള്ള വീഴ്ചയുണ്ടാവാം, ഞങ്ങളുടെ പോരായ്മ ഉണ്ടാവാം. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി ചിലരെങ്കിലും ഇടതുപക്ഷത്തിന്റെ കൂടെ എല്ലാ കാലവും ജീവിതത്തിൽ ജനിച്ചത് മുതൽ ഇതുവരെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ചിലരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിന്റെ കൂടെ ഒഴുകിപ്പോയിട്ടുണ്ടാവാം. അവരെ എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ചിലരൊക്കെ ഇവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലായിക്കൊള്ളുക, ഒരു തവണ ചക്ക വീണ് മുയല് ചത്തു എന്നുള്ളത് കൊണ്ട് എല്ലാ സമയവും ചക്ക വീണ് മുയല് ധരിക്കുമെന്ന് ചത്തുപോകുമെന്ന് ധരിക്കണ്ട. ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇടതുപക്ഷത്തിന് എതിരായിട്ട് നിലപാട് സ്വീകരിച്ച ചിലരുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾ എല്ലാ കാലവും മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടിയാണെന്ന് ധരിക്കണ്ട. അവരുടെ ഉള്ളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെന്ന വികാരമുണ്ട്, അവരുടെ ഉള്ളിലൊക്കെ ഇടതുപക്ഷം എന്ന വികാരമുണ്ട്. ആ വികാരം എവിടെയും പോവില്ല. കാരണം പയ്യന്നൂരിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ വിപ്ലവകാരികളുടെ മണ്ണാണ്. ആ മണ്ണ് വന്ന തെറ്റ് തിരുത്തിക്കൊണ്ട് വളരെ ശക്തമായി കരുത്തോടുകൂടി മുന്നോട്ടേക്ക് വരും. പേരാവൂർ മണ്ഡലം മാത്രമല്ല, പയ്യന്നൂർ മണ്ഡലം മാത്രമല്ല, കേരളത്തിലാകെ 31 മണ്ഡലങ്ങളിൽ സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്നു. 31 നടത്തി.
ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, ഈ കണ്ണൂർ ജില്ലയില് അഴീക്കോട് മണ്ഡലത്തിലും അതുപോലെ തന്നെ കൂത്തുറപ്പ് മണ്ഡലത്തിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടെയും BJP വോട്ട് മറിക്കുമായിരുന്നു. BJP വോട്ട് മറിച്ചില്ല ഈ രണ്ട് മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് ഇടതുപക്ഷം ജയിച്ചു. ഈ കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തെ തോപ്പിക്കാൻ സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തി BJP. ഇവിടെ മാത്രമല്ല, 31 മണ്ഡലങ്ങളിൽ BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലമാക്കി കണക്കാക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ A ക്ലാസ് മണ്ഡലങ്ങളിൽ 3 അവർ ജയിച്ചു. നിങ്ങൾ നോക്കുക, 3 ജയിച്ചപ്പോൾ 3 സ്ഥലങ്ങളിലും BJP കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി. അപ്പൊ VD സതീശൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ വോട്ടും കുറച്ച് കുറഞ്ഞില്ലേ? നിയമമണ്ഡലത്തിൽ ഞങ്ങളെ വോട്ട് മാത്രമല്ലോ, നിങ്ങളെ വോട്ടും കുറഞ്ഞില്ലേ? ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും കുറഞ്ഞു. കുറയാത്ത മണ്ഡലങ്ങള് അത്യപൂർവം. എന്നാൽ UDFന്റെ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും വർദ്ധിച്ചു. ഏത് മണ്ഡല ഒഴികെ BJP ജയിച്ച മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ BJP A ക്ലാസ് മണ്ഡലമാക്കി കണക്കാക്കിയ മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെ വോട്ട് വർദ്ധിച്ചു. എന്താ അങ്ങനെ സംഭവിക്കാം? കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ട് എല്ലാവരെയും കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലാകെ കുറഞ്ഞു. നിങ്ങളുടെ വോട്ട് എല്ലായിടത്തും വർദ്ധിച്ച സമയത്ത് എന്തുകൊണ്ടാണ് BJP ജയിച്ചിട്ടുള്ള 3 മണ്ഡലങ്ങളിൽ നിങ്ങളുടെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു? BJP A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയിടങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു? കോൺഗ്രസ് വോട്ട് മാറ്റി ചെയ്തതാണ്. 3 സ്ഥലത്ത് മാത്രമല്ല, 10-14 സ്ഥലങ്ങളിൽ കോൺഗ്രസ് അതിന്റെ വോട്ട് BJPക്ക് മാറ്റി ചെയ്തു. 31 BJP കോൺഗ്രസിന് വോട്ട് മാറ്റി ചെയ്തു. എന്തുകൊണ്ടാണ്? എന്താ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നാട്ടിലാകെ നടത്തിയ പ്രചരണം? BJP ആയിട്ട് നമ്മൾ സഖ്യത്തിലാക്കിയിട്ടുണ്ട്. ധനരാജനെ കൊലപ്പെടുത്തിയ BJPയുമായിട്ട് CPIM സഖ്യത്തിലാണ് പോലും. ഇവിടെ MD രാജേഷ് പറഞ്ഞില്ലേ, ഇവിടെ സഖ്യത്തിൽ പെരുന്നുണകൾ പ്രചരിപ്പിക്കുകയായിരുന്നു. പെരുന്നുണകൾ. ഉത്സവപ്പറമ്പില് മാല പൊട്ടി ചൂടുന്ന പെരുങ്കള്ളനെ പോലുള്ള പ്രചരണമായിരുന്നു. മാല പൊട്ടി ചൂടുന്ന കള്ളൻ, ഇതാ മാല പൊട്ടിച്ച് കള്ളെന്ന് വിളിച്ച് ഓടി കൂവിപ്പോയിട്ട് രക്ഷപ്പെടുന്ന അവസ്ഥയുണ്ടല്ലോ, അതല്ലേ നടന്നത്? ആരാ BJPയുമായിട്ട് സഖ്യം ഉണ്ടാക്കി വോട്ട് മാറ്റിയ? ഞങ്ങളാണോ? ഇത് ഇപ്പൊ മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പും, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലാകെ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു, UDFന് വോട്ട് വർദ്ധിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് എല്ലായിടത്തും വോട്ട് കുറഞ്ഞു. 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും വോട്ട് കുറഞ്ഞു. തൃശ്ശൂർ മണ്ഡലം ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ച മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലം 10-20,000-ഓളം വോട്ട് അവിടെ വർദ്ധിച്ചു. കോൺഗ്രസിന് കേരളത്തിലെ സകല മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിച്ചപ്പോ ഒരു മണ്ഡലത്തിൽ മാത്രം കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞ ചെറിയ വോട്ടല്ല, 79,000-ഓളം വരുന്ന കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞപ്പോ അവിടെ ജയിച്ചു സാക്ഷാൽ BJP. എന്താ പ്രചരണം? തൃശ്ശൂര് CPIM ഇടതുപക്ഷം അവിടെ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ച് BJPക്ക് വേണ്ടി കൂര പട്ടി പറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് BJPയെ ജയിപ്പിച്ചു കൊടുത്തു. ഇതല്ലേ പ്രചരണം? അജിത് കുമാർ പൂരം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? BJPയുടെ നേതാക്കന്മാരായിട്ടുള്ള ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ മത്സ്യം തില്ലങ്കേരിയും ചേർന്ന് പൂരം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് തൃശ്ശൂർ അവിടെയുള്ള തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലരുമായി ഒത്തുകളിച്ചു. അയാൾ BJPക്കാരനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുമായിരുന്നു. എന്തിനധികം പറയുന്നു, മുൻ സർക്കാരിന്റെ സമയത്ത് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കുന്നത് DGPമാരുടെ പട്ടികയിൽ നിന്ന് ഒരാളെയാണ് SPC സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് നിയമിക്കുക. സംസ്ഥാന സർക്കാർ ഒരു പാനൽ കേന്ദ്രത്തിന് കൊടുക്കുകയാണെങ്കിൽ DGPമാരുടെ ലിസ്റ്റ് എത്രയുണ്ടോ അത്രയാളും കൊടുക്കാം. സംസ്ഥാന സർക്കാർ 5 പേര് അങ്ങോട്ട് കൊടുത്തു കേന്ദ്രത്തിന്. കേന്ദ്ര സർക്കാർ 2 പേര് വെട്ടി. ഒന്നാമത് വെട്ടിയ പേര് സാക്ഷാൽ മനോജ് എബ്രഹാം. രണ്ടാമത്തെ പേര് മനോജ് എബ്രഹാമിനെ വെട്ടി നമുക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പ്രശ്നം. രണ്ടാമതായി വെട്ടിയ ആളാരാണെന്ന് അറിയും. രണ്ടാമത് വെട്ടിയ മനുഷ്യന്റെ പേരാണ് അജിത് കുമാർ. RSSകാരനായിരുന്നെങ്കിൽ, BJPക്ക് വേണ്ടി വിടുപടി ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിയുടെ ആഫീസ് അജിത് കുമാറിന്റെ പേര് വിട്ടുമായിരുന്നോ?
അജിത് കുമാറിനെ RSS ആണ് എന്ന് പ്രചരിപ്പിച്ചു. അയാൾക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, കുഞ്ഞാലിക്കുട്ടിയായിട്ട് ബന്ധമുണ്ട്, ഉസവല്ലിയായിട്ട് ബന്ധമുണ്ട്, പലരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അയാള് RSS ആണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അയാളെ അവിടെ പൂരം അട്ടിമറിക്കാൻ വേണ്ടി പിണറായി പ്രത്യേകമായി നിയോഗിച്ചതാണ് എന്ന പെരുന്നുണ പറഞ്ഞുകൊണ്ടല്ലേ അവിടെ CPIM BJP-യുമായിട്ട് സഖ്യത്തിലാണെന്നുള്ള കള്ളം പ്രചരിപ്പിച്ചത്. എന്താ അനുഭവം? ആ കള്ളം പ്രചരിപ്പിക്കുന്നതിനിടയിൽ തന്നെ BJP-യുമായി ഡീലുണ്ടാക്കി കോൺഗ്രസ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJP തൂക്കുകയാണ് ചെയ്ത്, എല്ലായിടത്തും തോറ്റു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി തോറ്റു, അതുപോലെ തന്നെ പന്തളം മുനിസിപ്പാലിറ്റി അവർ ജയിച്ച സ്ഥലമാണ്, അവിടെയും തോറ്റു. പക്ഷെ തോറ്റ BJP ജയിച്ചു എന്നുള്ള പ്രതീതി ഉണ്ടാകാൻ അതിന്റെ കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ജയിച്ചു. എങ്ങനെയാണ് ജയിച്ചത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ 41 വാർഡുകളിൽ കോൺഗ്രസ് അവരുടെ വോട്ട് നേരെ BJP-ക്ക് മാറ്റി ചെയ്തു. 41 വാർഡുകൾ. അതിന്റെ തൊട്ട് മുമ്പിൽ നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വന്നിട്ടുള്ള ബൂത്തുകളിലാണ് കോൺഗ്രസ് നേരെ 3ാം സ്ഥാനത്ത് പോയത്. ഇടതുപക്ഷത്തെ തോപ്പിക്കാൻ വേണ്ടി 41 ഒരു വാർഡിൽ എന്ന് പറഞ്ഞാൽ 6000-7000 വോട്ടുണ്ടാവും. ആ വാർഡുകളിൽ കോൺഗ്രസിന് പല സ്ഥലത്തും കിട്ടിയ വോട്ട് എത്ര? 300, 350, 400 വോട്ട് മുഴുവൻ BJP-ക്ക് മാറ്റി ചെയ്തു. 41 ഇടങ്ങളിൽ 11 സ്ഥലത്ത് BJP തിരിച്ചു ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റി ചെയ്തിട്ട് ഇടതുപക്ഷത്തെ തോപ്പിക്കുകയാണ് ചെയ്ത്. തിരുവനന്തപുരത്ത് കൃത്യമായ സഖ്യം ഉണ്ടാക്കി. എന്നിട്ട് നടത്തിയ പ്രചരണം എന്താ? BJP ജയിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും പ്രചരണം ഇടതുപക്ഷവും BJP-യുമായിട്ട് സഖ്യം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് കണ്ടു. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്ന്. എന്താ ലക്ഷ്യം? ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു, RSS ലക്ഷ്യം വെക്കുന്നത് UDF-നെ അല്ല, CPM-നെയാണ്, ഇടതുപക്ഷത്തെയാണ്. എന്താ കാരണം എന്നറിയാം? BJP-ക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, ഇടതുപക്ഷത്തെ തകർത്തിട്ട് മാത്രമേ ഇവിടെ കേരളത്തില് BJP-ക്ക് വളരാൻ വേണ്ടി കഴിയും. എന്താ കാരണം? ഇടതുപക്ഷം CPIM ഈ നാട്ടിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമുണ്ട്. ഈ നാട്ടിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താ? CPIM നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ കൃഷിക്കാരനാണോ, കർഷക തൊഴിലാളിയാണോ, നിങ്ങൾ അധ്വാനിക്കുന്നവനാണോ, നിങ്ങൾ തൊഴിലാളിയാണോ, നിങ്ങൾ ഇടത്തരക്കാരനാണോ, നിങ്ങൾ ചൂഷണത്തിന് വിധേയപ്പെടുന്നവനാണോ, നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ചോര ഒന്നാണ്, ഞാനും നിങ്ങളും ഒരേ വർഗമാണ്. വർഗരാഷ്ട്രീയം, ക്ലാസ് പൊളിറ്റിക്സ്. വർഗരാഷ്ട്രീയമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ആ വർഗരാഷ്ട്രീയത്തിന്റെ പ്രത്യേകത മനുഷ്യരെ ജാതിയെയും മതത്തെയും അടിസ്ഥാനപ്പെടുത്തി വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്ക് ഈ വർഗരാഷ്ട്രീയം നിലനിൽക്കുന്നിടത്തോളം കാലം വളരാനാവില്ല. അതുകൊണ്ട് വർഗരാഷ്ട്രീയത്തിന്റെ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തണം, CPIM-നെ ദുർബലപ്പെടുത്തണം. ഈ കേരളത്തിലെ മതനിരപേക്ഷതയുടെ അടിത്തറ എന്ന് പറയുന്നത് സകല മനുഷ്യരെയും ജാതിമത ചിന്തക്ക് അതീതമായി ഒന്നിപ്പിക്കാനുള്ള വർഗരാഷ്ട്രീയത്തിന്റെ അടിത്തറയാണ്. ആ വർഗരാഷ്ട്രീയത്തിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഇടതുപക്ഷത്തെ, അതിന് നേതൃത്വം നൽകുന്ന CPIM-നെ തകർക്കുന്നതിന് വേണ്ടി സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തിയത് എന്ന് നാം മനസ്സിലാക്കണം. ലക്ഷ്യം വെക്കുന്ന നമ്മളെയാണ്, ധനരാജിന്റെ പ്രസ്ഥാനത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ കേരളത്തെ സംഘപരിവാർ ശക്തികൾ ലക്ഷ്യം വെച്ച് വരുമ്പോ ഇത് മനസ്സിലായിക്കൊണ്ട് വർഗരാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് RSS-നെ പ്രതിരോധിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു എന്നുള്ളതുകൊണ്ട് BJP അങ്ങ് വളരാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസിനെ എങ്ങനെ വേണം പിടിക്കുക, എങ്ങനെ വേണം ശരിപ്പെടുത്താം, അത് BJP-ക്ക് അപ്പ വേണം സാധിക്കുന്നതാണ്. അതിൻ്റെ അകത്തുള്ള ഏത് നേതാവിനെ വേണം പിടിക്കാം. പക്ഷേ കേരളത്തിന്റെ മതനിരപേക്ഷത തകർന്നാൽ മാത്രമേ വർഗീയതയ്ക്ക് ശക്തിപ്പെടാൻ വേണ്ടി കഴിയൂ. മതനിരപേക്ഷത തകരണമെങ്കിൽ വർഗരാഷ്ട്രീയത്തെ തകർക്കണം. വർഗരാഷ്ട്രീയം ഇല്ലാതാക്കണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന വർഗപ്രസ്ഥാനമായ CPIM-നെ തകർക്കണം. അതാ ലക്ഷ്യം വെക്കുന്നത്. ഇത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയണം. അതുകൊണ്ട് ധനരാജിന്റെ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ സഖാവ് രാജേഷ് പറഞ്ഞല്ലോ, നോക്കൂ, ചിലർ പറഞ്ഞു ഒരു മാറ്റം വേണം, മാറ്റത്തിന് വോട്ട്. എന്താ മാറ്റം? നിങ്ങൾ നോക്കൂ, ഇന്ത്യ രാജ്യത്ത് 2016 മുതൽ 2026 വരെ 10 വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് 93,000 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. നമ്മുടെ രാജ്യത്ത് 1ാം ക്ലാസ്സിൽ പോകാൻ വേണ്ടി കഴിയാതെ സ്കൂളിൽ പോകാത്ത 1.25
കോടിയോളം വരുന്ന കുട്ടികളുണ്ട്. 1.25 കോടി. 1.25 കോടി കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. സ്കൂൾ 1ാം ക്ലാസ് കയറി കഴിഞ്ഞാലും പിന്നീട് ഇടക്ക് ഡ്രോപ്പ് ഔട്ട് ആയി പോകും കുറെ കുട്ടികൾ. 1ാം ക്ലാസ് പഠിക്കും, 2ാം ക്ലാസ് പഠിക്കും, പിന്നെ പഠനം അവസാനിപ്പിക്കും. അതിന് കുട്ടി തൊഴിലാളികളുടെ പട്ടികയിലേക്ക് പോകും. അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞ് ഏതാണ്ട് 2 കോടിയോളാണ്. പഠിക്കേണ്ട പ്രായത്തിൽ നേരെ ഹോട്ടലുകളിൽ പോയി എച്ചിലല വലിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ 3.25 കോടി കുട്ടികളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. എന്തുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകാത്ത? അവർക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല. അവരെ സ്കൂളിൽ എത്തിക്കാനുള്ള ഇടപെടലില്ല. അതിന്റെ ഫലമായിട്ടെന്താ? ഇന്ത്യ രാജ്യത്താകെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സ്കൂളുകൾ ഇല്ലാന്ന് മാത്രമല്ല, ഉള്ള സ്കൂളുകൾ 93,000 സ്കൂളുകൾ അടച്ചുപൂട്ടി. അങ്ങനെ അടച്ചുപൂട്ടിയപ്പോ ഈ കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കേരളത്തിൽ ഒരു സ്കൂളും പൂട്ടിയില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവന്റെ കല്ലിക തൊഴിലാളിയുടെ, കൈത്തറി തൊഴിലാളിയുടെ, വീട് തൊഴിലാളിയുടെ, കച്ചവടക്കാരന്റെ, ഇടത്തരക്കാരന്റെ, പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ ബദൽ. ആരോഗ്യ മേഖല നിങ്ങൾ നോക്കൂ, രാജ്യത്ത് 1ാം സ്ഥാനത്താണ് കേരളം. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്. വി ഡി സതീശൻ പറഞ്ഞു ഇനി മുതൽ ഇൻഷുറൻസ് മതി. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ ആരോഗ്യ മേഖലയാകെ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളുടെ ഇൻഷുറൻസ് മാത്രമായി പരിമിതപ്പെടുത്താൻ വേണ്ടി പോവാണ്. രാജ്യത്താകെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. മോഡിയുടെ നയം അതാണ്. ആ മോഡിയുടെ നയമാണ് വി ഡി സതീശൻ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ബദൽ. ആ ബദല് തകർക്കല്ലേ? അതാ മാറ്റം. ഇന്ത്യ രാജ്യത്താകെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിന്റെ ഓഹരികളൊക്കെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്രോളിയം കമ്പനികളിലാകെ ഇപ്പൊ പ്രവർത്തന നിയന്ത്രിത ഓഹരി മാത്രമേ ഗവൺമെന്റിനുള്ളൂ. സ്വകാര്യവൽക്കരണം ദ്രുതഗതിയിൽ. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സ്വകാര്യവൽക്കരണം ഇല്ലാതെ പൊതുമേഖലയാകെ ശക്തിപ്പെടുത്തി കെ-ഫോൺ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ വ്യവസായങ്ങളെ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെ തുടങ്ങിയിട്ടുള്ള കേരളത്തിന്റെ ബദൽ, ആ ബദലാണ് അട്ടിമറിക്കപ്പെടുന്നത്. എല്ലാ മേഖലയും നിങ്ങൾ നോക്കിക്കോ. സെൻട്രൽ പറഞ്ഞു ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം തകർന്നു പോകും. ഇടതുപക്ഷം രാജ്യത്താകെ നടക്കുന്ന ബദലിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടത്തിന്റെ ഇന്ധനമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. ബദൽ സമീപനങ്ങളാണ് അവതരിപ്പിച്ചത്. അതെല്ലാം തകർക്കപ്പെടാൻ വേണ്ടി പോവാണ്. അതെല്ലാം തകർക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. ഇപ്പൊ ഏറ്റവും വിഴിഞ്ഞം നിങ്ങൾ കണ്ടില്ലേ? നമുക്ക് വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാല് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഉണ്ടാക്കിയ ഒരു കരാർ. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിന്റെ കഥ തുടങ്ങുന്നത് നേരത്തെ തന്നെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് സമയത്താണ്. 2006 മുതൽ തുടങ്ങിയതാണ്. വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ആദ്യമായിട്ട് വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടുന്നത്. വി എസിന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഒരു DPR തയ്യാറാക്കി ടെൻഡർ നടപടിയിലേക്ക് നീങ്ങി. ടെൻഡർ വിളിച്ചപ്പോ UPA ഗവൺമെന്റ് പറഞ്ഞു ടെൻഡറിൽ 1ാം സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ വിലക്ക് ചെലവിന് പോർട്ടുണ്ടായി തരാമെന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ചൈനീസ് കമ്പനിയാണ്. ചൈനീസ് കമ്പനി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നേരെ റദ്ദ് ചെയ്യുകയാണ്. ടെൻഡർ റദ്ദ് ചെയ്തു. അങ്ങനെ റദ്ദ് ചെയ്തിട്ട് റീടെൻഡറിലേക്ക് പോകുന്ന സമയത്താണ് സർക്കാർ മാറിയത്. 4.5 കൊല്ലം ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അന്നത്തെ UDF ഗവൺമെന്റ് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഒരു ചെറുവിരലനക്കിയില്ല. അപ്പോഴാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ സമരം ഉയർന്നു വന്നത്. എന്താ സമരം? വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള സമരം. മനുഷ്യ ചങ്ങല ഉൾപ്പെടെയുള്ള സമരം. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാവ് പിണറായി. ആ മനുഷ്യ ചങ്ങലയുടെ ഏറ്റവും ആദ്യത്തെ കണ്ണിയായിരുന്നു സഖാവ് പിണറായി. വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയുള്ള സമരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു. ആ ഘട്ടത്തിലാണ് അന്നത്തെ UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടി അദാനിയെ വിളിച്ചു വരുത്തി പോർട്ടിന്റെ സകല അധികാരങ്ങളും അദാനിക്ക് നൽകുന്ന വിധത്തിലൊരു കരാറുണ്ടാക്കി പോയി. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ കരാറ് നോക്കുമ്പോൾ അത്ഭുതകരാണ്, ഞെട്ടിപ്പോകും. ഇപ്പം തന്നെ സംഭവിച്ചങ്ങൾ നോക്കൂ. എന്താ കരാറിലെ വ്യവസ്ഥ? കേരളം 5400 കോടി രൂപ ചെലവഴിക്കണം. അദാനി 2400 കോടി രൂപ ചെലവഴിക്കണം. ആ പണം ഉപയോഗിച്ചുകൊണ്ട് പോർട്ട് ഉണ്ടാക്കണം. പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ 10-60 വർഷക്കാലം അദാനിക്ക് ആ പോർട്ട് പൂർണ്ണമായി നടത്താം. പോർട്ട് ഉണ്ടാക്കാം, എന്നിട്ട് അത് പരിപാലിക്കാം, എന്നിട്ട് ആ പോർട്ട് നടത്താം. 60 വർഷക്കാലം ഓണർഷിപ്പ് നമുക്ക് തന്നെയാണ്, ഉടമസ്ഥാധികാരം.
കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെയല്ല, വിഴിഞ്ഞം പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ഉടമസ്ഥതയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ 60 വർഷക്കാലം നടത്താൻ വേണ്ടി അദാനിക്ക് കൊടുത്തിരിക്കുന്നു. ഏത് വ്യവസ്ഥയിലാണ്? വ്യവസ്ഥ എന്താണെന്നറിയും? 2035 മുതലേ കേരളത്തിന് ലാഭം കിട്ടൂ. വിഴിഞ്ഞം പോർട്ടിന്റെ മേലെ ലാഭം നമ്മൾ ചെലവഴിച്ച 5400 കോടി രൂപയാണ്. അദാനി ചെലവഴിച്ച 2300 ശിഷ്ടം കോടിയ 2400 എത്തൂല. നമ്മൾ ചെലവഴിച്ചതിന്റെ പകുതി പോലും ഇല്ല. പക്ഷെ നമുക്ക് ലാഭം കിട്ടിയ 2035 മുതൽ ഇത്ര കിട്ടുന്നറിയാം. മൊത്തം ലാഭത്തിന്റെ 1% നമുക്ക് ലാഭം. പണം മുഴുവൻ ചെലവഴിച്ച നമ്മള്. എന്നിട്ട് 1ാം ഘട്ടം പൂർത്തീകരിച്ച് എന്ത് ചെയ്യണം? അദാനിക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കണം. അതിന്റെ പേരാണ് BGF, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. 814 കോടി രൂപ, 817 കോടി രൂപ അത് കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേന്ദ്രം കൊടുക്കണമെന്നാണ് എഴുതി വെച്ചത്. കേന്ദ്രത്തോട് നമ്മൾ ചോദിച്ചു, നോക്കും കേന്ദ്രമായിട്ട് അങ്ങനെ ഒരു കരാറില്ല. കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ ഫണ്ട് തരില്ല. അവസാനം ചർച്ച ചെയ്ത് അവസാനം കേന്ദ്രം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കടമായിട്ട് തരാം. അങ്ങനെ കേന്ദ്രത്തിൽ കടം തന്നു. പലിശ ചില്ലറിയല്ല, 20% പലിശ. NPV ടേംസ് എന്നാണ് പറയാ, നെറ്റ് പ്രസന്റ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കടം. ആ കടത്തിന്റെ പലിശ പരിശോധിച്ചാൽ 20% വരും. പക്ഷെ 2035 മുതലേ തിരിച്ചടക്കണ്ടു. അത് മുതലേ തിരിച്ചടക്കണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ കടം വാങ്ങി അദാനിക്ക് കൊടുത്തു. പോക്കറ്റ് മണി 2400 കോടി രൂപ ചെലവഴിച്ചാൽ 817 കോടി രൂപ പിന്നെ പോക്കറ്റ് മണി. ഇതൊക്കെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അങ്ങനെ കരാറുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പോർട്ടുണ്ടാക്കി. പോർട്ടിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇറക്കിയത് ഇടതുപക്ഷം. പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായി നടത്തിയ ഇടതുപക്ഷം. അതിനുവേണ്ടിയുള്ള പണം മുഴുവൻ ചെലവഴിച്ചത് ഇടതുപക്ഷം. അതിനുവേണ്ടി 1 ഉറുപ്പിക ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൽകിയിട്ടില്ല. ആകെ ചെയ്തത് ഒരു കരാർ, അദാനിക്ക് വേണ്ടിയുള്ള കരാർ. 2400 കോടി രൂപ ചെലവഴിച്ച് BGF 817 കോടി രൂപ തിരിച്ചു കിട്ടിയാൽ അദാനിക്ക് 60 കൊല്ലം പോർട്ട് നടത്താനുള്ള കരാർ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള ഒരു കരാറുമായിട്ട് എന്തിനാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയി? നിങ്ങൾക്ക് റദ്ദ് ചെയ്തൂടെ? റദ്ദ് ചെയ്യാൻ പറ്റില്ല. ബൈൻഡിംഗ് ആയിട്ട് കരാറ് റദ്ദ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കോടതിയിൽ അദാനി പോകും. അദാനി കോടതി പോയി കഴിഞ്ഞാൽ കോടതി അതിന്റെ കൂടെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് മുന്നോട്ട് പോയില്ലാണ്ട് വേറെ വഴിയില്ല. എന്നെ പിന്നെ വിഴിഞ്ഞം പോർട്ടങ്ങ് ഉപേക്ഷിക്കണം. അങ്ങനെയാണ് നഷ്ടം സഹിച്ചിട്ടും പോർട്ടിന്റെ പ്രവർത്തനങ്ങളുമായി LDF സർക്കാർ മുന്നോട്ടേക്ക് പോയി അത് യാഥാർത്ഥ്യമാക്കി. ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ എഗ്രിമെന്റ് അനുസരിച്ച് വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിക്കേണ്ട 2045. നിങ്ങൾ ഓർക്കണം, 2045 പൂർത്തീകരിക്കുള്ളൂ. 1ാം ഘട്ടം പൂർത്തീകരിച്ചു. 2, 3, 4 ഘട്ടമുണ്ട്. ആ 4 ഘട്ടവും 2045 കുറച്ച് ഡിലേ ആയി. അതുകൊണ്ട് അദാനിയുമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2045 പൂർത്തീകരിക്കേണ്ട പോർട്ട് 2028 പൂർത്തീകരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡീഷണൽ കരാറുണ്ടാക്കി ഇടതുപക്ഷം. അങ്ങനെ പോർട്ടിന്റെ പ്രവർത്തനം ദ്രുതഗതി. അപ്പോഴാണ് ഇപ്പോ ഇങ്ങനെ അദാനി അവരുടെ ഷെയർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. എത്രയാ? മൊത്തം ഷെയറിന്റെ 49%. അത് വിൽക്കുമ്പോൾ അദാനി കിട്ടുന്ന പണം എത്രയാണ്? നമ്മൾ ദേശാമാനിക്ക് കാര്യം പിടികിട്ടില്ല. ദേശാമാനി വിചാരിച്ചു, ദേശാമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. കാരണം അദാനി അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുക. ഇതാ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നാ പറയുക. എന്താ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? പുതിയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുതിയ എന്താ പദ്ധതി വരണം. ആ പദ്ധതി വരുന്നതിനാ നിക്ഷേപം എന്ന് പറയുകയാണ്. ഇതെന്താ? വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോർട്ടിന്റെ ഷെയർ പർച്ചേസ് ചെയ്തല്ല. ആ നിക്ഷേപം വരുന്നത് കേരളത്തിലല്ല. ആ നിക്ഷേപം വരുന്ന അദാനിയുടെ പോക്കറ്റിലേക്കാ. ആ കിട്ടിയ പണം എടുത്ത് അദാനി ഗുജറാത്തിലോ മറ്റെവിടെയോ കൊണ്ടിട്ട് ആ പണം ഉപയോഗിക്കുകയും അത് നമ്മുടെ നാട്ടിലെ നിക്ഷേപമല്ല, അദാനിയുടെ പോക്കറ്റിലേക്ക് വരുന്ന പണം. എത്രയാ പണം വരുന്നേ? ചില്ലറ പണമല്ല. 2400 കോടി രൂപ ചെലവഴിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിച്ച് അവരുടെ 49% ഓഹരി കൈമാറുന്നതിലൂടെ മാത്രം അദാനിക്ക് കിട്ടുന്ന തുക സമം 13,000 കോടി. 13,000 കോടി. അദാനിക്ക് ലാഭം എത്രയാ? ഏതാണ്ട് 10,000 കോടിയുടെ മേലെ ലാഭം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടുകൊള്ളയല്ലേ? ആ കാട്ടുകൊള്ളക്ക് വഴിയൊരുക്കുന്ന കരാറല്ലേ ഉണ്ടാക്കിയത്? ആ കരാറിന്റെ തന്നെ പ്രശ്നം ഇപ്പൊ മനസ്സിലാകുന്നില്ലേ? 49% വിൽക്കുമ്പോഴത്തേക്ക് 13,000 കോടി. ആ 13,000 ഈ തുക ഈ ഷെയർ വിൽക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതി ഇല്ലാണ്ട് പറ്റൂല.
മുൻകൂർ അനുമതിയില്ലാതെ എങ്ങനെയാണ് അദാനി പോർട്ട് അധികൃതർക്ക് ഷെയർ വെക്കാനുള്ള നടപടികളുമായി എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ ധൈര്യം കിട്ടി? എങ്ങനെ ധൈര്യം കിട്ടി? അതാ വി.ഡി. സതീശനോടുള്ള ചോദ്യം. എങ്ങനെ ധൈര്യം കിട്ടി? നിങ്ങൾ വാക്കാൽ അനുമതി നൽകിയോ? നിങ്ങൾ നോക്കൂ, ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് കയ്യിലുള്ള കമ്പനി MSC വിഴിഞ്ഞം പോർട്ട് തുടങ്ങിയ മുതൽ അവിടെ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഷെയർ കൊടുത്താലാണ് MSC വരുന്നത്. എല്ലാ ഷിപ്പിംഗ് കമ്പനിക്കും വരാം. ഏറ്റവും ആദ്യം ആവേശത്തോടെ വന്നവരാണ് MSC. കാരണം വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യാലിറ്റി മറ്റുള്ള പോർട്ട് പോലെയല്ല. ഇന്ത്യ രാജ്യത്തെ ഏക പോർട്ടാണ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. എന്താ പോർട്ടിന് പ്രത്യേകത? ലോകത്തിലെ ഏത് കപ്പലും വിഴിഞ്ഞത്ത് വന്നിട്ട് അടുക്കാം. ഏത് കപ്പലും വരാം. ഒരു കപ്പലിൽ ഏതാണ്ട് 10-30,000 വരുന്ന കണ്ടെയ്നറുകളാണ് വരും. 30,000 കണ്ടെയ്നർ എന്ന് പറയുന്നത് ആലോചിക്കട്ടെ. 30,000 ലോറി ഒരു കപ്പലിൽ. 30,000 ലോറി. സെമി ഓട്ടോമാറ്റഡ് ആണ് ആ പോർട്ട്. ഈ കണ്ടെയ്നർ എടുത്തിട്ട് നേരെ ലോറിയുടെ മേലേക്ക് വെക്കുകയില്ല. അതിനൊരു സ്വിച്ച് അമർത്തിയാൽ കുട്ടികൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രെയിൻ. സ്വിച്ച് അമർത്തുമ്പോൾ ക്രെയിൻ നേരെ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെയ്നർ എടുത്ത് ലോറിന്റെ മേലെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് ഈ പറയുന്ന 10-30,000 കണ്ടെയ്നർ മണിക്കൂറുകൾ കൊണ്ട് ഇറക്കി തീർക്കും. അതാ വിഴിഞ്ഞം പോർട്ട്. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്. ലോകത്തിൽ അത്യപൂർവത്തെ ഉള്ളൂ. ആ പോർട്ട് ഉണ്ടാക്കിയ നമ്മളാണ്. എന്നിട്ട് അതിന്റെ ഓഹരിയാണ് വിറ്റഴിക്കുന്നത്. MSC ഇപ്പൊ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഉണ്ടാക്കി. ആ കണ്ണൂർ എയർപോർട്ടിന്റെ ഷെയർ മുഴുവൻ എയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനിക്ക് വിറ്റ എങ്ങനെ ഉണ്ടാവും? വിമാന കമ്പനി മറ്റത് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി MSC. ആ MSCക്കാണ് 49% ഓഹരി വെക്കുന്നത്. ആ ഓഹരി വെക്കണമെങ്കിൽ കുറെ പ്രശ്നമുണ്ട്. സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. മുൻകൂർ അനുമതി ഇല്ലാതെ കരാറുണ്ടാക്കുന്ന MSC ആയിട്ട് ആ കരാറിനെ അടിസ്ഥാനപ്പെടുത്തി ഓഹരി കൈമാറുന്നതിന് വേണ്ടി സെബിയുടെ അനുമതി വേണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെബിയുടെ അനുമതി വേണം. സെബിയുടെ അനുമതിക്ക് വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ ആ നടപടിയിലേക്ക് നീങ്ങുന്നു. എങ്ങനെ ധൈര്യം വന്നു? വി.ഡി. സതീശൻ വാക്കാൽ അനുമതി പോയിക്കോന്ന് പറയാതെ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, വി.ഡി. സതീശൻ എന്തിനാ മംഗലാപുരത്ത് പോയത്? അദ്ദേഹം പറഞ്ഞു അത് ഹസന്റെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ്. MM ഹസൻ അസുഖമായിട്ട് അവിടെ ആശുപത്രി കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാത്ത ആളാ വി.ഡി. സതീശൻ. എന്നിട്ട് ഹസന്റെ മോനെ കാണാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഹെലികോപ്റ്ററല്ല. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെ പോകണമെങ്കിൽ ചുരുങ്ങിയത് 40 ലക്ഷം റുപ്യ വേണം. ചാർട്ടേഡ് ഫ്ലൈറ്റ്. ആ 40 ലക്ഷം റുപ്യ ആരും കൊടുക്കുക? അങ്ങനെ 40 ലക്ഷം റുപ്യ ചെലവഴിച്ചുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി എന്തായിരുന്നു ഇത്ര അർജൻസി? എന്തായിരുന്നു ആവശ്യം? എന്തിനു വേണ്ടി പോയി? ആരാ ഫ്ലൈറ്റിന്റെ ചാർജ് കൊടുത്തേ? നിങ്ങൾ എന്തിനാ അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ചിലരെയൊക്കെ കണ്ടത്? എന്തിനു വേണ്ടി കണ്ടു? പറയണ്ടേ കേരളീയ സമൂഹത്തോട്? അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണോ ഈ വിൽപ്പന നടപടികളുമായി മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ധൈര്യം അവർക്ക് കിട്ടിയത്? ഉത്തരം പറയണ്ടേ? ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി. ഇപ്പൊ കണ്ടില്ലേ ഡോക്ടർ ദിവ്യ സയ്യർ? ഞാൻ പറഞ്ഞപ്പോ വി.ഡി. സതീശൻ പറഞ്ഞ അതിനൊക്കെ മറുപടി പറയാൻ അറിയാത്തില്ല. പക്ഷേ എന്റെ സംസ്കാരം, ഞാൻ ജനിച്ച മണ്ണ്, എന്റെ നാടിനേക്ക് ഉണ്ടാക്കി തന്ന സംസ്കാരം വി.ഡി. സതീശൻ പറഞ്ഞതുപോലുള്ള വാക്ക് പ്രയോഗിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് പറയേണ്ടതാണ് പറയേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വസ്തുതയല്ലേ പറഞ്ഞത്? കേരളത്തിന് മുഖ്യമന്ത്രി അത് പറഞ്ഞില്ലേ? വിഴിഞ്ഞം പോർട്ട് അധികൃതരും അന്നത്തെ MD-യുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. മാറ്റിയില്ല. വസ്തുതയല്ലേ? ഇപ്പൊ എന്താ പെട്ടെന്ന് മാറ്റാൻ കാരണം? ഇത് ഒരു കാര്യമല്ല, നിരവധി കാര്യങ്ങളുണ്ട്. ഉത്തരം പറയണം. എങ്ങനെ അദാനി പോർട്ട് അധികൃതർ അവരുടെ ഷെയർ വെക്കാനുള്ള നടപടികളുമായി മുന്നോട്ടേക്ക് പോകാൻ എങ്ങനെ അവർക്ക് ധൈര്യം വന്നു? അതിനുള്ള വാക്കാൽ അനുമതി വി.ഡി. സതീശൻ നൽകിയോ? എന്തിനാണ് നിങ്ങൾ അദാനി അധികൃതരെ കാണാൻ വേണ്ടി മംഗലാപുരത്തേക്ക് പോയത്? അതിന്റെ ഫ്ലൈറ്റ് ചാർജ് ആര് നൽകി? സ്പെഷ്യൽ ഫ്ലൈറ്റിന് ചാർജ് ആര് നൽകി? എന്തിനാണ് MD-യെ മാറ്റിയത്? ഇങ്ങനെ 1-2 ചോദ്യമല്ല, പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം വി.ഡി. സതീശൻ. പറയില്ലെങ്കിൽ ഈ കേരളീയ സമൂഹം അതിന് വരുന്ന ആളുകളിൽ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താ നിങ്ങൾ ധരിക്കുന്നത്? എന്താ വണ്ണരിക്കപ്പെട്ടതാണ്?
ഷെയർ വിൽക്കണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിന് മുൻകൂർ അനുമതി വരണം. എന്താ ഇടതുപക്ഷം ഉയർത്തിയുള്ള കൺസേൺ? ഒരു കമ്പനിക്ക് നിങ്ങൾ ഷെയർ വിൽക്കുന്നു, ഷെയർ വിൽക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കണമെന്ന് ഇതിന്റെ ക്ലോസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത സംസ്ഥാനത്തിന് താല്പര്യം ഉൾപ്പെടെ പരിഗണിക്കണം. അനുമതി കൊടുക്കുമ്പോൾ നേരെ അനുമതി ചോദിച്ചാൽ ഉടനെ തന്നെ അനുമതി കൊടുക്കുകയല്ല വേണ്ടത്, സംസ്ഥാന താല്പര്യം ഉൾപ്പെടെ പരിഗണിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ചർച്ച നടത്താതെ ഇതിന്റെ ഓഹരി കൈമാറ്റം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അധികാരം? അധികാരത്തിൽ വന്നു ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷം 10 വർഷം എടുത്തുണ്ടാക്കിയിട്ടുള്ള പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. അത് ഈ കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരിടമാണ് വിഴിഞ്ഞം പോർട്ട്. ആ പോർട്ടിനെ അദാനിയുടെ താല്പര്യാർത്ഥം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമമെങ്കിൽ മിസ്റ്റർ BD സതീശൻ, കേരളീയ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ മനുഷ്യനും നിങ്ങളോട് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഉത്തരം പറഞ്ഞില്ലേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, വരുന്ന ആളുകൾ പറയിക്കും. എന്തൊരു പെരുന്നുണിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയപ്പോ മദ്യം എന്താ ഇടതുപക്ഷത്തിന്റെ നയം? നമ്മുടെ TM ജോഷി, പയ്യാവൂരിലെ TM ജോഷി ഒരു നിവേദനമായിട്ട് അവിടെ വരികയാണ്. എന്നിട്ട് പറയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മദ്യം ഉണ്ടാക്കാൻ വേണ്ടി അനുമതി കൊടുക്കണം, വീര്യം കുറഞ്ഞ മദ്യം. നമ്മുടെ കശുമാങ്ങയിൽ നിന്ന് ഫെനി ഉണ്ടാക്കണം, അത് കർഷകർക്ക് ഗുണമായിരുന്നു. പാർട്ടി ചർച്ച ചെയ്തു, നയപരമായി തീരുമാനിച്ചു കശുമാങ്ങയിൽ നിന്ന് ഫെനി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ അപകടം വരുന്നില്ല, വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാം, വിതരണമല്ല ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദിപ്പിച്ച് റെഡിയോ കൊണ്ടുപോയിക്കോട്ടെ, നയപരമായി അനുവദിച്ചു. എന്താ BD സതീശൻ പറയുന്നത്? നിങ്ങൾ തീരുമാനിച്ചല്ലേ, ഞങ്ങൾ തീരുമാനിച്ച കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയാ. എന്താ നിങ്ങളിപ്പോ പറയുന്നത്? ബെക്കാഡിക്ക് വേണ്ടി. ബെക്കാഡി കാർഷിക ഉൽപ്പന്നത്തിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്ന കമ്പനിയല്ല. ബെക്കാഡി ഉണ്ടാക്കുന്നത് സ്പിരിറ്റ് എന്ന വീര്യം കുറഞ്ഞ മദ്യമാണ്. ബെക്കാഡിക്ക് വേണ്ടി മദ്യം ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, ഇവിടെ MP രാജേഷ് പറഞ്ഞില്ലേ 251% നേരത്തെ ഉണ്ടായിരുന്ന നികുതി, ബെക്കാഡിക്ക് ഉൾപ്പെടെയുള്ള നികുതി, എല്ലാ മദ്യത്തിനും നികുതി അതാ. അത് കുറച്ച് 120% കുറച്ചിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഏതാണ്ട് 600 കോടി രൂപയുടെ ഡീലായിലൂടെ ഒറ്റ വർഷം. എന്താ അതിന്റെ ലക്ഷ്യം? എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ മദ്യനയം കാരണമാണ് പേരുന്നോണ പ്രചരിപ്പിക്കുന്നത്. ഈ നുണയാണ് BD സതീശന്റെ മഹാമാതൃക എന്ന് തിരിച്ചറിയണം. അങ്ങനെ നുണയുമായി അധിക നാള് പോകാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും സഖാവ് ധനരാജിന്റെ രക്തസാക്ഷി ദിനത്തിൽ നമ്മൾ ഓർക്കണം, നമുക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തില് പടുത്തുയർത്തിയ ബദലുകളെ തകർക്കാൻ ശ്രമിക്കുമ്പോ ഈ കേരളത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി കേരളത്തെയാകെ കോർപ്പറേറ്റുകൾ കടിയറ വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അതിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ്, പ്രതിരോധമാണ് വരുന്ന ആളുകളിൽ ഉയർന്ന് വരാൻ വേണ്ടി പോകുന്നത്. സഖാവ് ധനരാജിന്റെ ജ്വലിക്കുന്ന സ്മരണകൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുമ്പോ അത്തരം പോരാട്ടങ്ങളിൽ പാർട്ടിയാകെ ഐക്യപ്പെടുത്തി ഒറ്റക്കെട്ടായി പാർട്ടിയാകെ അണിനിർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ കടമ എന്ന് മാത്രം നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവ് ധനരാജിന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന അഭിവാദ്യം.